വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ 3-ാം ലേഖനത്തിൽ 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വചനങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് നമ്മളുടെ ഈ സമകാല മായിട്ടുള്ള ഈ ദിവസങ്ങളിൽ ഇറങ്ങിയ കുറേ കാര്യവാർത്തകളുണ്ട്. ആ വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തമാശയ്ക്കാക്കിയും കളിയാക്കിയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതെല്ലാം പറയുമ്പോഴും തമാശയ്ക്ക് ചിരിച്ചും കളിച്ചൊക്കെയാണ് നമ്മൾ പറയണതെങ്കിലും ഉള്ളിൽ വളരെ വലിയ നൊമ്പരത്തോടെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായ കാര്യങ്ങളിൽ അവർ ഏർപ്പെടുന്നു. ഭൗമികമായിട്ടുള്ളതിലേക്കാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ നമ്മുടെ പൗരത്വം, ഓരോ വിശ്വാസികളുടെയും പൗരത്വം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച്, അതായത് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയിൽ മാറ്റിവെച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് മനുഷ്യൻ്റെ തിന്മകൾക്കും മനുഷ്യൻ്റെ പാപങ്ങൾക്കും കടങ്ങൾ പൊറുക്കാൻ വേണ്ടി ദൈവത്തിനോട് മധ്യസ്ഥം ചോദിക്കേണ്ടവരാണ് ലേവിപുത്രന്മാർ ആയ പുരോഹിതന്മാർ, അല്ലെങ്കിൽ ഇന്നത്തെ പുരോഹിതന്മാർ. അവരെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നാളും ഈ ദിവസങ്ങളിലെല്ലാം കേട്ടുകൊണ്ടിരുന്നത്. തന്തയില്ലാത്ത കുട്ടികൾ ജനിക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമാശയ്ക്ക് പറയുകയാണെങ്കിലും അതിൻ്റെ കാഠിന്യം, അതിൻ്റെ സിവിയറിറ്റി എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ വിശ്വാസികളും വിറയ്ക്കണം. കാരണം നമ്മളെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ഉത്തരവാദിത്വമുള്ള കരങ്ങളും ഉത്തരവാദിത്വമുള്ള അരപ്പട്ടക്കാരെയാണ് നമ്മൾ കളിയാക്കേണ്ടി വന്നത്. അത് മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്ത പോലെ ചെകിടടച്ച് അവർ പിന്നെയും ഉദരമാണ് അവരുടെ ദൈവമെന്നും പറഞ്ഞുള്ള നിലയിൽ ഭക്ഷ്യസാധനങ്ങൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾക്കോ, പിന്നെ കാട്ടാനയുടെയും റോട്ടിൽ കുടം പോകുന്ന പട്ടിയുടെയും ആടിൻ്റെയും പുറകെ പോകുക അല്ലാതെ മനുഷ്യർ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ആത്മാക്കളും പരിശുദ്ധ കുർബാന ഇല്ലാതെ, അതും കത്തോലിക്ക സഭയിൽ, മറ്റേ പെന്തക്കോസ്തോ CSI വല്ലതും ആണെങ്കിൽ പിന്നെയും സഹിക്കാം. ഇത്രയും ശക്തമായിട്ട് പത്രോസ്ലിയുടെ കീഴിൽ, അതും സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ളവർ തോമാസ്ലിയ നേരിട്ട് വന്ന് തുടങ്ങി വെച്ച സഭയുടെ ഓരോ ആരാധനക്രമങ്ങളും ശക്തമായിട്ട് പഠിപ്പിച്ചു തരാൻ ദേറുകളിൽ അനേകം മൽപ്പാന്മാരെ തൻ്റെ ജീവിതം ത്യാഗത്തിൽ ഒഴിഞ്ഞു വെച്ച ഈ ഒരു സമൂഹത്തിലേക്ക്, ഈ ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യേകമായിട്ടുള്ള പൗരസ്ത്യ സഭയിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന ഈ നമ്മുടെ സഭയിലെ പിതാക്കന്മാരും ശ്രേഷ്ഠ നേതാക്കന്മാർക്കും ഉദരമാണ് ദൈവം എന്നുള്ള വിധത്തിൽ നമ്മൾ സാധാരണ വിശ്വാസികൾ കളിയാക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വളരെ വേദനാജനകമാണ്. നമ്മളിനി ആരോട് ചോദിക്കും? എങ്ങോട്ട് പോകും? നമ്മുടെ ആത്മാക്കളുടെ കണക്ക് ഇവര് ആർക്ക് കൊടുക്കും? ഇവര് തെറ്റിപ്പോയാലും നമ്മളുടെ ആത്മാവാണ് നഷ്ടപ്പെടുന്നത്. അതും എങ്ങനെ? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. എല്ലാ ദിവസവും അള്ളാച്ചന്മാരെ കുടിച്ചും പെണ്ണുപിടിച്ചും നമ്മൾ പോലീസുകാർ കേസെടുക്കുന്ന എന്തോ ഒരു നാണക്കേടാണ്. ഇത് മുഴുവനും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത തലമുറയോട് ക്രിസ്ത്യാനിനെ കെട്ടാൻ പറയാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. കാരണം പിള്ളേർ ഇത് കേൾക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടിയാണോ ഇവരാണ് ഞങ്ങളുടെ തലയിൽ വെക്കുന്നത്? ഞങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചു പോകണേ, ഞങ്ങളുടെ കുടുംബജീവിതം പോലും നശിക്കൂല ഇവർ കൈവച്ചാലോ ഇവർ കുമ്പസാരിപ്പിച്ചാലോ എന്ന് നമ്മുടെ മക്കൾ ചോദിച്ചാൽ നമുക്ക് എന്തു പറയാൻ പറ്റും? പള്ളി കയറണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ആത്മാക്കൾ എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉദാശ കിട്ടിയില്ല എങ്കിൽ അതുപോലെ നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഇവരാരും പറഞ്ഞു തരാത്തത് കൊണ്ട്
ഇപ്പോൾ നമുക്ക് ഈ വചനങ്ങൾ നമ്മളുടെ ഹൃദയഫലകങ്ങളിൽ 2 കൊറിന്തോസ് 3:16 വരെയുള്ള വചനത്തിൽ 14-16 തൊട്ട് വചനത്തിൽ എഴുതി വെക്കട്ടെ. അതിൽ ഈ വചനത്തിൽ ഇതിൽ പറയുകയാണ്, സകലത്തെയും തനിക്ക് നമുക്ക് 20-ാം വചനത്തിൽ വായിക്കാം. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നൊരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. അത് കള്ളുപിടിച്ചുകൊണ്ടും പെണ്ണുപിടിച്ചുകൊണ്ടും ഒന്നും അല്ല കർത്താവിനെ കാത്തിരിക്കണ്ടേ. വിശുദ്ധിയുടെ സിംഹാസനത്തിൽ പ്രകാശത്തിൻ്റെ പ്രകാശങ്ങളുടെ ആയ പിതാവിൻ്റെ അടുത്തേക്ക്, ആ ഒരു പിതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ അത്രമാത്രം വിശുദ്ധിയിലായിരിക്കണം, അത്രമാത്രം അനുസരണയിലായിരിക്കണം. എന്നിട്ട് പറയാണ്, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ശരീരം രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിൽ എന്നേക്കുമായിട്ട് ഈശോയുടെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോയുടെ കൂടെ നമുക്കും ഇരിക്കാനുള്ള ഒരു നിത്യജീവിതത്തിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഇവിടെ ഇവരെ കുറ്റവും പറഞ്ഞ് കളിയാക്കി കൊണ്ട് നടക്കുന്നതിലല്ല. അതുകൊണ്ട് ഇവർ നമ്മളെ കറക്റ്റ് ചെയ്യുന്നില്ല, നമ്മളെ ശരിയാവണ്ണം നമുക്ക് കൂതാശ തരണില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാക്കളെ ഓർത്തിട്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ളത് വളരെ എളിമയോടുകൂടെ നമ്മൾ സ്വീകരിക്കണം. കാരണം സാത്താൻ അത്രമാത്രം നമ്മുടെ സഭയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ആത്മാക്കൾക്ക് നമ്മൾ കൊടുക്കണം. ജീവിത ഏകരത, സുഖലോലുപത, മധ്യാസക്തി, ഇതിലൊക്കെ പെട്ട് അവസാനം കർത്താവ് വരുമ്പോൾ നമ്മുടെ ആത്മാവ് നമുക്ക് കർത്താവിന് വരമേൽപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആരും നമ്മളെ കൊണ്ടൊന്ന് എത്തിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, യത്നിക്കുക. എല്ലാം എന്താ പറയുക, ജെറൂസലേം നിവാസികളുടെ ഓരോ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നമ്മൾ ജെറമ്യാ 29:10 വചനം തോന്നുന്നു, 29:7-10 വചനത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുകയും യത്നിക്കുകയും ചെയ്യുക. ഇത്രയും എനിക്കൊരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളുടെ മക്കൾക്ക് ആടിൻ്റെ ഇടയനില്ലാതെ അലയുന്ന ആടുകൾക്ക് വേണ്ടി എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. ഞാൻ വിറവലോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം കർത്താവെ, ഞങ്ങളെ നയിക്കേണ്ടവരാണ്, എന്താണ് ലക്ഷ്യം അവർക്ക് അതുപോലും അറിയാത്ത വിധത്തിൽ ഈ പ്രാവശ്യത്തെ സിനഡെങ്കിലും ഇവർക്ക് സുബോധത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ വെളിവോടുകൂടെ ചെയ്യുവാനുള്ള അനുഗ്രഹം നൽകണേ എന്ന് ഇന്നത്തെയും ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ പ്രത്യേകം അതായിട്ടായിരുന്നു പ്രാർത്ഥിച്ചത്. നമ്മളും മാതാവിനോടും ഔസപിതാവിനോടും സകല മിഖായേൽ മാലാഖയോടും സകല മാലാഖമാരോടും വിശുദ്ധരോടും കൂടെ നമ്മുടെ സഭാപിതാക്കന്മാർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. അവർ ഭക്ഷണം കഴിക്കുകയും അവരെ എന്തെങ്കിലും കാണിച്ചോട്ടെ, പക്ഷേ നമ്മൾ ഉപവസിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ നേരാവണ്ണം പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. കാരണം അല്ലെങ്കിൽ അനേകം തലമുറകൾ ഇത്രയും നാൾ നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരുന്ന സഭയാണ് ജീർണിക്കുന്നത്. ഈ ഒരു ബോധ്യം, ഒരു മനസാക്ഷിക്കുത്ത് ഇവർക്കുണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് അവരെ നയിക്കട്ടെ. എടുക്കേണ്ട തീരുമാനങ്ങൾ ശക്തമായിട്ട് എടുക്കട്ടെ. നട്ടലോടുകൂടിയുള്ള വിശുദ്ധരായിട്ടുള്ള ആത്മീയതയുള്ള രക്തസാക്ഷിത്വം വഹിക്കാൻ ശക്തിയുള്ള പിതാക്കന്മാർ നമ്മളെ നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ സ്വന്തം ലാൽ ചേച്ചി.